ദൈവം നമ്മെ ഒരു ജോലി ഏൽപ്പിക്കുന്നു എങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ശക്തിയും ദൈവം നമുക്ക് നൽകും. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവശക്തിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് നാം ഓർക്കണം. എന്നാൽ നാം ഉറപ്പാക്കേണ്ട വേറൊരു പ്രധാന കാര്യം, അങ്ങനെ ഒരു കാര്യത്തിനായി നാം വിളിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവമക്കളെന്ന് സ്വയം അഭിമാനിക്കുകയും എന്നാൽ തലമുറകളായി ദൈവത്തോട് മത്സരിച്ചു നിൽക്കുകയും ചെയ്യുന്ന ഇസ്രയേലിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുവാനായിട്ടാണ് യെഹെസ്കേൽ പ്രവാചകനെ ദൈവം അയക്കുന്നത്. ദൈവഗൃഹമായിരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വന്തം പിതാവിനോട് മത്സരിക്കുന്ന മക്കളായി അഥവാ മത്സരഗൃഹമായി തീർന്ന അവസ്ഥ എത്ര ശോചനീയമാണെന്ന് ചിന്തിച്ചു നോക്കുക. യെഹെസ്കേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 3-ാം അധ്യായത്തിൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ. ഏകദേശം 30 വയസ്സുള്ളപ്പോൾ ഒരു അടിമയായി ബാബേലിലേക്ക് പോയ യെഹെസ്കേൽ 5 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രവാചക ശുശ്രൂഷ ആരംഭിച്ചു. യഹൂദജാതിയുടെ എല്ലാ വിധത്തിലും ഇരുണ്ട ദിനങ്ങളിൽ അവൻ അവരോട് സംസാരിച്ചു. കള്ളപ്രവാചകന്മാർ ജനത്തിന് നൽകിയ തെറ്റായ പ്രതീക്ഷകളോടും പാപത്തിൻ്റെയും വിനാശത്തിൻ്റെയും ഫലമായ നിരാശാബോധത്തെയും അനാസ്ഥയെയും അവന് നേരിടേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ ജനം അവൻ്റെ ദൂത് ശ്രവിച്ചില്ല. അതിനവർക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവനൊരു പുതിയ രീതി സ്വീകരിച്ചു. ഉപമകളിലൂടെ പറയുന്നതിന് പകരം അവനത് അഭിനയിച്ച് കാണിച്ചു. ദൂത് അഭിനയിച്ച് കാണിച്ചു. യഥാർത്ഥത്തിൽ വളരെ രസകരമായ ചില പ്രകടനങ്ങളാണ് അവൻ നടത്തിയത്, അഭിനയങ്ങൾ. ജനം അവൻ്റെ വാക്ക് കേൾക്കുകയില്ല. അതുകൊണ്ട് അവൻ അവർക്ക് മുന്നിൽ അഭിനയിച്ച് കാണിക്കേണ്ടിയിരുന്നു. ഈ വഴിയിൽ അവൻ ജനത്തെ വളരെ ആകർഷിച്ചു. യെഹെസ്കേൽ പ്രവചനം 2-3 അധ്യായങ്ങളിലെ വിഷയം പ്രവാചകൻ്റെ വിളിയും പ്രവാചക ശുശ്രൂഷയ്ക്കായി ദൈവശക്തിയാൽ പ്രവാചകനെ പ്രാപ്തിപ്പെടുത്തുന്നതുമാകുന്നു. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്ക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. യെഹെസ്കേൽ ഈ ദർശനം കണ്ടതിന് ശേഷം മിക്കവാറും താൻ ആ കിടപ്പിൽ നിന്നും എഴുന്നേറ്റിട്ടുണ്ടായിരിക്കുകയില്ല. താൻ കവിണ് വീണു എന്ന് നാം കണ്ടതാണല്ലോ. അവനിപ്പോൾ ഒരു വിളി സ്വീകരിക്കുവാൻ പോകുകയാണ്. മാത്രമല്ല, തന്നെ വിളിച്ച് നിയോഗിക്കുന്ന ആ ദൗത്യ നിർവഹണത്തിനായി അവനെ ശക്തി ധരിപ്പിക്കുന്നതിനും ദൈവം തയ്യാറാകുകയാണ്. അവനെ വിളിച്ചത് മനുഷ്യപുത്ര എന്നാണ്. അവനെ ദൈവം അങ്ങനെ വിളിക്കുമ്പോൾ നാം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനുഷ്യപുത്ര. യെഹെസ്കേലിൻ്റെ ഈ പുസ്തകത്തിൽ ഈ പേര് കൃത്യം 100 പ്രാവശ്യം നാം കാണുന്നുണ്ട്. ദാനിയേലിനെയും ദൈവം മനുഷ്യപുത്ര എന്ന് വിളിച്ചിട്ടുണ്ട്. ഈ 2 വ്യക്തികളെ മാത്രമേ മനുഷ്യപുത്ര എന്ന് പഴയ നിയമത്തിൽ വിളിച്ചതായി നാം കാണുന്നുള്ളൂ. കർത്താവായ യേശുക്രിസ്തു തന്നെക്കുറിച്ച് പറയുമ്പോൾ ഈ പേര് ഉപയോഗിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ കർത്താവ് തനിക്ക് വേണ്ടി ഈ പേര് 86 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പേര് ക്രിസ്തുവിൻ്റെ ത്യജിക്കപ്പെടലിനെയും അപമാനിക്കപ്പെടലിനെയും മഹത്വപ്പെടലിനെയും കുറിക്കുന്നതാണ്. താൻ മനുഷ്യപുത്രനാകുന്നു. യെഹെസ്കേൽ വളരെ കഷ്ടതയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ദാനിയേലിൻ്റെയോ യിരെമ്യാവിൻ്റെയോ യെഹെസ്കേലിൻ്റെയോ ആരുടെ സ്ഥാനത്തായിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ എന്നോടിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ യെഹെസ്കേലിൻ്റെ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞേക്കും. കാരണം അവൻ അത്രയ്ക്ക് വലിയ കഷ്ടതയിൽ കൂടി കടന്നുപോയി. നിശ്ചയമായും ബാബേലിലെ കൊട്ടാരത്തിൽ വെച്ച് ദാനിയേൽ അപകടത്തിലായിട്ടുണ്ട്, നമുക്കറിയാം. ദാനിയേൽ ആ സിംഹത്തിൻ്റെ ഗുഹയിൽ ഒരു രാത്രി കഴിച്ചു കൂട്ടിയപ്പോൾ തന്നോടൊപ്പം ഉണ്ടായിരുന്ന സിംഹങ്ങളോടൊന്ന് ചോദിച്ചു നോക്കൂ. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഉറപ്പായും അവൻ ആ വിശന്നു വലഞ്ഞ സിംഹങ്ങളുടെ ഭക്ഷണമായി തീരുമായിരുന്നു. എന്നാൽ യെഹെസ്കേലിൻ്റെ ജോലിയേക്കാൾ ഞാൻ അത് തിരഞ്ഞെടുക്കുമായിരുന്നു. കാരണം കുറഞ്ഞപക്ഷം ബാബേലിലെ രാജകൊട്ടാരത്തിൽ അവന് നല്ല വാസസ്ഥലവും സുഖമായ ഭക്ഷണവും കിട്ടിയിരുന്നില്ലേ. ഈ സമയത്ത് യിരെമ്യാവ് വളരെ വയസ്സനായി ജോലിയിൽ നിന്നും വിരമിച്ചിരിക്കുകയും ചെയ്യാം. തൻ്റെ തിരക്കുള്ള ശുശ്രൂഷയുടെ സമയത്ത്
അവനും പ്രവാസത്തിൽ പോകേണ്ടി വന്ന അപകടത്തെ നേരിട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മനുഷ്യൻ, അതെ, യെഹെസ്കേൽ, ഒരു കഠിന ജോലിക്കായിട്ടാണ് അയക്കപ്പെട്ടത്. വളരെ ബുദ്ധിമുട്ടുള്ള ജോലി. വിശ്വാസത്യാഗികളായ ഒരു ജനതയോടെയായിരുന്നു അവൻ സംസാരിക്കേണ്ടിയിരുന്നത്. തങ്ങൾ ദൈവത്തിൻ്റെ ജനമെന്ന് ധരിക്കുകയും എന്നാൽ ദൈവത്തോട് വളരെ മത്സരികളായിരുന്ന ഒരു ജനത. അങ്ങനെയുള്ള ഒരു ജനത്തിനിടയിലേക്കാണ് അവൻ അയക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ അവൻ്റെ മേൽ വന്ന് അവനെ തൻ്റെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. യെഹെസ്കേലിന് താൻ ചെയ്യേണ്ട ജോലി നിവർത്തിക്കുന്നതിനാവശ്യമായ ശക്തി ദൈവാത്മാവ് നൽകി. ദൈവം നമ്മെ ഒരു ജോലി ഏൽപ്പിക്കുന്നുവെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ശക്തിയും ദൈവം നമുക്ക് നൽകും. മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവശക്തിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സുഹൃത്തെ, ദൈവം താങ്കളെ ഒരു പ്രത്യേക കാര്യത്തിനായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശക്തിയും ദൈവം തരുമെന്നുള്ളത് മറക്കരുത്. ദൈവത്തിൻ്റെ പ്രവൃത്തി താങ്കളുടെ സ്വന്തം ശക്തിയാൽ ചെയ്തെടുക്കുവാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലെത്തുക, അത് ഏറ്റവും ശരിയായ നിലപാടാണ്. മോശ ഒടുവിൽ ഈ തിരിച്ചറിവിലേക്ക് എത്തിയതായി നാം കാണുന്നുണ്ട്. മരുഭൂമിയിലെ 40 വർഷത്തെ വാസത്തിന് ശേഷം അവന് മനസ്സിലായി തൻ്റെ ശക്തിയാൽ ജനത്തെ വിടുവിക്കുവാൻ കഴിയുകയില്ലെന്ന്. ദൈവം പറഞ്ഞു, നിന്നെക്കൊണ്ട് എനിക്ക് അത് ചെയ്യുവാൻ കഴിയും എന്ന്. ജനത്തെ വിടുവിക്കാനായി ദൈവം അവനെ വിളിച്ചു. അവനത് സാധിക്കുകയും ചെയ്തു. മോശയുടെ എന്തെങ്കിലും കഴിവിനാലായിരുന്നില്ല, പിന്നെയോ ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ മൂലം അത് സംഭവിക്കുകയായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത് വളരെ പ്രായോഗികമാണ്. സുവിശേഷ പ്രവർത്തനത്തിലും സുവിശേഷ വയൽപ്രദേശങ്ങളിലും ഇത് ഇന്നും നടക്കുന്നുണ്ട്. ദൈവം നമ്മെ ഒരു കാര്യത്തിനായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിനുള്ള ശക്തിയും അവൻ നമുക്ക് തരും. എന്നാൽ നാം ഉറപ്പാക്കേണ്ട വേറൊരു പ്രധാന കാര്യം, അങ്ങനെ ഒരു കാര്യത്തിനായി നാം വിളിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലേക്കും ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു ജോലി ചെയ്യാനാണ് യെഹെസ്കേൽ വിളിക്കപ്പെട്ടത്. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ജോലിയെക്കുറിച്ച് ദൈവം എന്നോട് പറയുകയാകുന്നു എങ്കിൽ ഞാൻ എങ്ങനെ പറയുമായിരുന്നേനേയും എന്ന് ഞാൻ പറയാം. കർത്താവേ, ഒരു നിമിഷം നിൽക്കണേ, ഞാൻ എൻ്റെ രാജിക്കത്ത് ഒന്ന് തയ്യാറാക്കിക്കൊള്ളട്ടെ. പണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആ ജോലിയിൽ തുടരുന്നത് തന്നെയാണ് നല്ലത് എന്നെനിക്ക് തോന്നുന്നു. നിൻ്റെ വേലയ്ക്ക് വേണ്ടി കഴിയുന്ന ധനസഹായം ചെയ്തോളാം. പിന്നെ എൻ്റെ ജോലിക്കിടയിൽ വരുന്നവർക്ക് ഒരു ട്രാക്റ്റ് കൊടുക്കാം. ഈ പ്രക്ഷേപണങ്ങളൊക്കെ മറ്റുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തോളാമെന്ന്. എൻ്റെ സുഹൃത്തെ, യെഹെസ്കേലിൻ്റെ ദൗത്യം അത്രയ്ക്ക് കഠിനമായിരുന്നു. യെഹെസ്കേൽ എന്ന മനുഷ്യനെ വാസ്തവത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അവൻ്റെ ജോലിയെക്കുറിച്ചും ദൈവം അവനോട് പറയുന്നത് ശ്രദ്ധിക്കൂ. 3-4 വാക്യങ്ങൾ, 2-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാർഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ. അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറയണം. ഇത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? എന്നോട് മത്സരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു എന്ന്. മത്സരികൾ എന്ന വാക്ക് ഈ പുസ്തകത്തിൽ വീണ്ടും വീണ്ടും നാം കാണുന്നുണ്ട്. ഈ ജനം ദൈവത്തോട് അത്രമാത്രം മത്സരികളായിരുന്നു. അതെ, ദൈവത്തോട് മത്സരികളായിരിക്കുന്ന ദൈവജനം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, സുവിശേഷത്തിന് മുന്നിൽ ഏറ്റവും കടുത്ത ഹൃദയമുള്ളവർ ഈ ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ടവർ തന്നെയാകുന്നു എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്രൈസ്തവർ എന്ന് പുകഴ്ച പറഞ്ഞുകൊണ്ട് തന്നെ അവർ സുവിശേഷത്തെയും ദൈവവചനത്തെയും ത്യജിച്ച് കളഞ്ഞിരിക്കുന്നു. നല്ല പങ്കിനും ഇതൊരു ചടങ്ങ് മാത്രമാണ്. അതിൽ കൂടുതലായി അവർക്ക് ഒന്നും തോന്നുന്നില്ല. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്യേണ്ട ഒരു ചടങ്ങ്. ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്തെന്നും തിരിച്ചറിയുവാൻ താല്പര്യമില്ലാത്ത ഒരു കൂട്ടം ആളുകൾ. 5-ാം വാക്യം നോക്കിക്കാട്ടെ. കേട്ടാലും കേൾക്കാഞ്ഞാലും അവർ മത്സരഗ്രഹമല്ലോ. തങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടായിരുന്നു എന്ന് അവർ അറിയണം. ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, നീ ആ മത്സരികളുടെ ഇടയിലേക്ക് പോകണം.
അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും അവർക്കിടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നവർ അറിയണം. യെഹെസ്കേൽ പോയി കഴിയുമ്പോൾ അവർ അവനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ കൂടിയും തീർച്ചയായും അവൻ ദൈവത്തിൻ്റെ പ്രവാചകനാകുന്നു എന്നവർ സമ്മതിക്കുന്നതാണ്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീയോ മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. പറക്കാരിയും മുള്ളും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും തേളുകളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവർ മത്സരഗ്രഹമല്ലോ. നീ അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത്. തീർച്ചയായും യെഹെസ്കേൽ അപകടത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ദൈവം പറയുകയാണ്, നീ അവരെ ഭയപ്പെടേണ്ട, അവരുടെ വാക്ക് പേടിക്കേണ്ട. കാരണം ദൈവം യെഹെസ്കേലിനോടൊപ്പം ഉണ്ടായിരുന്നു. എത്ര വലിയ പ്രോത്സാഹനമായിരിക്കുന്നു ഇതിലെ. ദൈവം നമ്മോടും പറയുന്നത് ഇത് തന്നെയാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെ ഞാൻ അയക്കുന്നത് ഏതൊരു ജോലിക്കാണെങ്കിലും ഞാൻ നിന്നെ അയച്ചു എന്ന കാരണത്താൽ ഞാൻ നിന്നോട് കൂടെയുണ്ട്. അത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ സാഹചര്യത്തിലും ദൈവം നമ്മെ അയക്കുന്ന സ്ഥാനത്ത് ദൈവം നമ്മോട് കൂടെയുണ്ട്. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിക്കായി യെഹെസ്കേലിനെ ദൈവം തൻ്റെ ശക്തി ധരിപ്പിക്കുന്നതിനെയാണ് നാം കാണുന്നത്. 3-ാം അധ്യായത്തിൽ യെഹെസ്കേലിൽ നിന്നും വളരെ വിഭിന്നമായ ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാവ്. യിരെമ്യാവ് തകർന്ന ഹൃദയവും നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമുള്ള പ്രവാചകനായിരുന്നു. ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു സമയത്ത് തൻ്റെ ജനത്തെ പ്രവാസത്തിൽ വിടുന്നത് ദൈവത്തിന് ഹൃദയഭേദകമെന്ന് അവരെ അറിയിക്കേണ്ടതിനായി യിരെമ്യാവിനെ ദൈവം തിരഞ്ഞെടുത്ത് ആ ദൂത് അവന് നൽകി. ഇപ്പോൾ ആ ജനത അടിമത്തത്തിൽ പോയിരിക്കുകയാണ്. അവർ മത്സരികളും വിദ്വേഷികളുമായിരിക്കുന്നു. എന്നിരുന്നാലും ഈ സമയത്ത് ദൈവാലയം ചുട്ടരിക്കുകയോ യെരുശലേം പട്ടണം നശിപ്പിച്ച് കളയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രവാസികൾ ബാബേലിൽ എത്തിയതിന് 7 വർഷങ്ങൾക്ക് ശേഷമേ യെരുശലേമിൻ്റെ നാശം സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ബാബേലിൽ ജനത്തിനൊപ്പമുള്ള ആ കള്ളപ്രവാചകർ ഇപ്പോഴും ജനത്തോട് പറയുന്നത് എന്താണെന്നോ, നമ്മൾ ദൈവത്തിൻ്റെ ജനമാണ്, നാം ഉടൻ തന്നെ നമ്മുടെ സ്വന്തം നാട്ടിൽ എത്തിച്ചേരുന്നതാണ്. അവർ യെഹെസ്കേലിനോട് പറയുകയാണ്, ഈ കാര്യങ്ങളെ പറയുവാൻ നീ ആരാണ്? ഞങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. ഞങ്ങൾ അധികം നാളൊന്നും അടിമത്തത്തിൽ കഴിയാൻ പോകുന്നില്ല എന്ന്. ഇത് ജനത്തിന് സന്തോഷമായിരിക്കും കേൾക്കാൻ, അല്ലേ? തെറ്റുകളെ ഓർമ്മിപ്പിക്കുന്നതും ശിക്ഷയെക്കുറിച്ച് പറയുന്നതും ന്യായവിധിയെക്കുറിച്ച് അറിയിക്കുന്നതുമൊക്കെയല്ലേ ജനങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്തത്. എന്നാൽ ദൈവം യെഹെസ്കേലിനോട് പറഞ്ഞു, നീ ജനത്തോട് പറയണം അവരിപ്പോൾ മടങ്ങിപ്പോകയില്ല എന്ന്. യിരെമ്യാവ് പറഞ്ഞതുപോലെ അവർ 70 വർഷം അടിമകളായിരിക്കുവാൻ പോവുകയാണ്. അവർ 70 വർഷം അടിമകളായിരിക്കുന്ന ആ അവസരത്തിൽ അവർ അടിമപ്പണി ചെയ്യുവാൻ പോവുകയാണ്. ബാബേലിലെ കനാലുകളിലും വയലുകളിലും കെട്ടിട നിർമ്മാണത്തിലുമൊക്കെ അവർ കഠിന വേല ചെയ്യും. അതവർക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമായിരുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. മനുഷ്യപുത്ര, നോക്കുക, ഈ കഠിന ജോലിയിൽ അവൻ അനുഭവിക്കുവാനിരിക്കുന്ന ദുരിതങ്ങളിൽ ദൈവം പിന്നെയും അവനെ ഈ പേര് വിളിച്ച് അവനെ ഈ പേര് നൽകുകയാണ്. നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് നീ ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക. ഇത് തികച്ചും നല്ലൊരു ആഹാരമായിരിക്കുന്നു, ഇല്ലേ? ദൈവത്തിൻ്റെ വചനം അവൻ ഭക്ഷിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഒരു ഭാഗമായിരിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിലെ ഓരോ വാക്കും വിശ്വസിക്കാതെ അതിൽ ഹൃദയം ഉറപ്പിക്കാതെ ദൈവവചനം പ്രസംഗിക്കുവാൻ ഒരു വ്യക്തിക്കും അനുവാദമില്ല. ഇതിനെ ലംഘിക്കുന്ന വ്യക്തി സുവിശേഷ വേലയ്ക്ക് പുറത്തു പോകേണ്ടവനത്രേ. പ്രസംഗപീഠം എപ്പോഴും ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുവാനുള്ളതാണ്. അതൊരിക്കലും അലങ്കാരബഹുലമായ പ്രസംഗത്തിനോ അമിത ഭാഷണത്തിനോ ഉള്ള വേദിയല്ല എന്നോർക്കണം. സ്വയം പുകഴ്ത്തുവാനോ പൊക്കിക്കാണിക്കുവാനോ ഉള്ള ഒരു സ്ഥാനമല്ലത്. ഞാൻ വായ് തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് തിന്മാൻ തന്നു. എന്നോട്, മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അത് തിന്നു. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. എൻ്റെ സുഹൃത്തെ, ഏറ്റവും നല്ല ആഹാരം താങ്കൾ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവവചനം പഠിക്കാൻ തുടങ്ങിക്കൂ. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, വാസ്തവത്തിൽ യേശുക്രിസ്തു എന്ന വ്യക്തിയെ താങ്കൾ സ്നേഹിക്കുന്നുണ്ടോ?
ഒരുപക്ഷെ ഞാൻ ആദ്യം ചോദിക്കേണ്ടത്, താങ്കൾ ദൈവവചനത്തോട് പ്രിയമുള്ളവനാണോ? ദൈവവചനത്തെ ഇഷ്ടപ്പെടാതെ താങ്കൾക്ക് ഒരിക്കലും യേശുവിനെ സ്നേഹിക്കുവാൻ കഴിയില്ല സുഹൃത്തെ. ദൈവവചനം എപ്പോഴെങ്കിലും താങ്കളെ സംബന്ധിച്ച് അർത്ഥപൂർണമായി തീരണമെങ്കിൽ താങ്കൾ മുമ്പേ തന്നെ താങ്കൾ അതിനെ സ്നേഹിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവവചനം ഒരു വ്യക്തിയെ താങ്കൾക്ക് വെളിപ്പെടുത്തുന്നു. പിന്നീട് താങ്കൾ ആ വ്യക്തിയുമായി സ്നേഹത്തിലായിത്തീരുന്നു. യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ആസ്വാദ്യത അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. യെഹെസ്കേൽ പറഞ്ഞത് ശ്രദ്ധിക്കൂ. അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. അവൻ ദൈവവചനത്തെ സ്നേഹിച്ചു, അവൻ അത് ആസ്വദിച്ചു. തുടർന്ന് ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ, 4ഉം 5ഉം വാക്യങ്ങൾ. പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത്, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അവ്യക്ത വാക്കും കനത്ത നാവുമുള്ള ജാതികളുടെ അടുക്കലല്ല, ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അടുക്കലത്രേ നിന്നെ അയക്കുന്നത്. അന്യരോട് സംസാരിക്കാനല്ല ദൈവം യെഹെസ്കേലിനെ അയക്കുന്നത്, പിന്നെയോ തൻ്റെ സ്വന്തം ജനങ്ങളോടത്രേ. ഒരു വിദേശ ഭാഷ പഠിച്ച് കനത്ത നാവുള്ളവരുടെ ഇടയിലേക്ക് പോകുന്ന ഒരു സുവിശേഷകനെ പോലെ അവൻ പോകേണ്ടിയിരുന്നില്ല. ദൈവം അവനെ അയച്ചത് ഇസ്രായേൽ ഗൃഹത്തിലേക്കായിരുന്നു, തൻ്റെ സ്വന്തം ജനത്തിൻ്റെ അടുത്തേക്ക്. 6ഉം 7ഉം വാക്യങ്ങൾ. അവ്യക്ത വാക്കും കനത്ത നാവും ഉള്ളവരായി നിനക്ക് വാക്ക് ഗ്രഹിച്ചുകൂടാത്ത അനേകം ജാതികളുടെ അടുക്കലല്ല, അവരുടെ അടുക്കൽ ഞാൻ നിന്നെ അയച്ചെങ്കിൽ അവർ നിൻ്റെ വാക്ക് കേൾക്കുമായിരുന്നു. ഇസ്രായേൽ ഗൃഹമോ നിൻ്റെ വാക്ക് കേൾക്കയില്ല, എൻ്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ. ഇത് ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? ദൈവം പറയുകയാണ്, യെഹെസ്കേലേ, ഞാൻ നിന്നെ അയക്കുന്നത് മര്യാദയില്ലാത്തതും എന്നെ എതിർക്കുന്നതുമായ ഒരു കൂട്ടത്തിലേക്കാണ്. അവർ എൻ്റെ വാക്ക് കേൾക്കയില്ല, അവർ നിൻ്റെ വാക്കും കേൾക്കാൻ പോകുന്നില്ല. 8ഉം 9ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ ഞാൻ നിൻ്റെ മുഖം അവരുടെ മുഖത്തിന് നേരെ കഠിനവും നിൻ്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവുമാക്കിയിരിക്കുന്നു. ഞാൻ നിൻ്റെ നെറ്റി തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു. അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത്, അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയുമരുത്. ഇവിടെ ദൈവം പ്രവാചകനോട് പറയുന്നത് ശ്രദ്ധിക്കൂ, നീ മുന്നോട്ട് ചെന്ന് എൻ്റെ വചനം അവർക്ക് നൽകുക. ഞാൻ നിൻ്റെ നെറ്റി കടുപ്പമുള്ളതാക്കാൻ പോകുന്നു. എന്നാൽ ദൈവം യിരെമ്യാവിൻ്റെ നെറ്റി കടുപ്പമുള്ളതാക്കിയിട്ടില്ല എന്നോർക്കുക. യിരെമ്യാവിന് മൃദുലമായ ഹൃദയമാണ് ഉണ്ടായിരുന്നത്. അവൻ നേരിട്ട എല്ലാ പ്രതികൂലങ്ങളിലും അതിനെതിരെ നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. ഒരു സമയത്ത് അവൻ കർത്താവിൻ്റെ അടുത്ത് ചെന്ന്, നിൻ്റെ ഈ പണി എനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രാജി സമർപ്പിക്കുക പോലും ചെയ്തതാണ് ഞാൻ ഉദ്ദേശിച്ചത് യിരെമ്യാവ്. യെഹെസ്കേൽ രാജിവെക്കാനൊന്നും പോകുന്നില്ല. ദൈവം പറയുകയാണ്, ഇസ്രായേൽ മക്കൾ കടുത്ത നെറ്റിയുള്ളവരാകുന്നു, എന്നാൽ ഞാനിപ്പോൾ നിൻ്റെ നെറ്റി അവരുടേതിനേക്കാൾ കടുപ്പമുള്ളതാക്കുവാൻ പോവുകയാണ്. നെറ്റി എന്നത് ദൃഢനിശ്ചയത്തെയോ പ്രതിരോധത്തെയോ വെളിപ്പെടുത്തുന്ന ആലങ്കാരിക പ്രയോഗമാണ്. യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും 50-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യവും യിരെമ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ 3-ാം അധ്യായം 3-ാം വാക്യവും 48-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യവും ഒക്കെ ഇതാണ് കാണിക്കുന്നത്. നെറ്റി, കടുപ്പമുള്ള നെറ്റി. നെറ്റിയെ ആലങ്കാരികമായി ഉപയോഗിച്ചിട്ടുള്ള ഭാഗങ്ങളാണിതൊക്കെ. പ്രതികൂലത്തിനു മുന്നിൽ യെഹെസ്കേലിൻ്റെ ദൃഢനിശ്ചയം പതറിപ്പോകരുത് എന്നാണ് ദൈവം പറയുന്നത്. തീക്കല്ല് പലസ്തീനിലെ കടുപ്പമേറിയ ഒരു കല്ലാണ്. ഇസ്രായേല്യർ ഇതുകൊണ്ട് കത്തി ഉണ്ടാക്കിയിരുന്നു എന്ന് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം കാണും. ദൈവം നൽകിയ ശക്തിയും നിശ്ചയദാർഢ്യവും ഏത് പ്രതികൂലത്തിലും ഉറച്ചു നിൽക്കുവാൻ പ്രവാചകനെ സഹായിക്കും. പ്രതികൂലം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്, എന്നാൽ അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവശക്തി അവന് നൽകപ്പെട്ടിരിക്കുന്നു എന്നോർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ വിശ്വാസത്തിൻ്റെ ചുവടുകൾ മുൻപോട്ട് വയ്ക്കുന്നു എങ്കിൽ പ്രതികൂലം ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, നിങ്ങൾ ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ പ്രതികൂലങ്ങളെ മറികടക്കാനുള്ള ദൈവശക്തിയും താങ്കൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. മത്സരഗ്രഹം എന്നത്
യെഹെസ്കേലിൽ ഇസ്രായേലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക പദമാണ്. 12 പ്രാവശ്യം യെഹെസ്കേലിൽ ഈ പദം നാം കാണുന്നുണ്ട്. മത്സരഗ്രഹം. തൻ്റെ ജനത്തെ ദൈവം ഈ വിധത്തിൽ സംബോധന ചെയ്യുമ്പോൾ അത് എത്ര ദുഃഖത്തോടെ ആയിരിക്കും ദൈവം അങ്ങനെ വിളിക്കുന്നത്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തെ നോക്കി ദൈവം സംബോധന ചെയ്യുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. ദൈവത്തിന് വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ട, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവം ആക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ജനം പലപ്പോഴും മത്സരഗ്രഹം പോലെ ആയിപ്പോകുന്നു. അത് വ്യക്തിപരമായി നാം നമ്മെ തന്നെ സ്വയപരിശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ ദൈവത്തെ അനുസരിക്കുന്നോ അതോ ദൈവത്തോട് മത്സരിച്ച് നിൽക്കുകയാണോ? എൻ്റെ ഇഷ്ടത്തിന് പോകാനാണോ എനിക്ക് താല്പര്യം, അതോ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിത്തീരുവാനാണോ എനിക്കിഷ്ടം? എൻ്റെ താല്പര്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കും. യെഹെസ്കേലിനെ എടുത്തുപയോഗിച്ചതുപോലെ, യിരെമ്യാവിനെ എടുത്തുപയോഗിച്ചതുപോലെ. ഓർക്കണം, അടിമകളായിരുന്നു, എന്നാൽ ദൈവം അവരെ അതിശക്തമായിട്ട് ഉപയോഗിച്ചു. നമ്മെയും ഉപയോഗിക്കുവാൻ മതിയായ ദൈവം അവിടുത്തെ ശക്തി തന്ന് നമ്മെ നടത്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ യഹൂദ ജാതിയെക്കുറിച്ചാകുന്നു. ഈ ജനതയ്ക്ക് സംഭവിച്ച ആത്മീയ പിന്മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ദൈവം അയച്ച പ്രവാചകന്മാരെയും ബാലശിക്ഷകളെയും അവഗണിച്ച ജനം പിന്നത്തേതിൽ ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെയും തള്ളിക്കളയുവാൻ ഇടയായിത്തീരുന്ന ഭീകരമായ അവസ്ഥ നമ്മെ ഭയപ്പെടുത്തേണ്ടതാകുന്നു.